നന്ദന, നീ സമർത്ഥമായിട്ട് പറഞ്ഞു വെച്ചല്ലോ ആദ്യ രാത്രിയിൽ ഉടമ്പടിയെ പറ്റിയിട്ട്. അത് ഞാൻ നിന്റെ മേലെ അടിച്ചേൽപ്പിച്ചതല്ല, പരസ്പര സമ്മതത്തോടു കൂടി ചെയ്തതാ. ബ്രോ ഒറ്റത്തടിയിട്ട് ഇങ്ങനെ തേരാപര നടക്കുമ്പോൾ നമുക്ക് വലിയൊരു ദാമ്പത്യബന്ധം വേണ്ട. ബ്രോയുടെ കല്യാണം കഴിയുന്നവരെ നമുക്ക് പഴയ പോലെ ലവേഴ്സായിട്ട് ലവേഴ്സിന്റെ പരിധിക്കുള്ളിൽ കഴിഞ്ഞാലോ? എന്റെ തീരുമാനം അരവിന്ദിന്റെ തീരുമാനം തന്നെയാ. സത്യം പറഞ്ഞ അരവിന്ദിനെ കുറിച്ച് എനിക്കിപ്പോ അഭിമാനം തോന്നുക. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ താലി കെട്ടിയത് തന്റെ ഇടവും കരളുറപ്പും ഉള്ള ഒരു പുരുഷനാണെന്ന്. ഏത് പെണ്ണിനെ കണ്ടാലും എന്ത് നേടാനും പുറകെ നടന്നിരുന്ന അരവിന്ദ് ഇപ്പതാ കയ്യെത്തും ദൂരെയുള്ള സ്വന്തം ഭാര്യയുടെ മുന്നിൽ വരെ സ്വയം നിയന്ത്രണം വെച്ചിരിക്കുന്നു. ഗ്രേറ്റ്. ഐ എം പ്രൗഡ് ഓഫ് യു. എന്തായാലും നന്ദന, നീ പകത്തേക്ക് പോ. തൃച്ചംബരത്തെ മരുമകളെ ഇറങ്ങിപ്പോയി എന്ന വാർത്ത അപമാനകരമാ. പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. ഇവിടെ അതിനൊരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ MBA ഗോൾഡ് മെഡലിസ്റ്റാ. എനിക്കറിയാം എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ. തൃച്ചംബരത്തെ അണിയറ കഥ നാലാൾ അറിയട്ടെ. വക്കീൽ നോട്ടീസ് ഇപ്പൊ ഇങ്ങെത്തും. അപ്പൊ അത് ഒപ്പിട്ടങ്ങ് വാങ്ങിയാ മതി തൃച്ചംബരത്തുകാര്. നന്ദന, വക്കീൽ നോട്ടീസ് അല്ല ജീവിതം. അത് വെറും ഒരു കടലാസ് കഷ്ണമാണ്. ഒരു വാശിക്ക് പിരിയുമ്പോ അകലം കൂടിക്കൊണ്ടേയിരിക്കും, അടുക്കാനാകാത്ത വിധം. അതുകൊണ്ട് മോൾ അകത്തേക്ക് കയറും. കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന അങ്കിളിന്റെ വാക്കുകളോട് എനിക്ക് പുച്ഛമാ. അത് കേട്ട് എന്റെ തീരുമാനം മാറ്റാൻ ഞാനത്ര നിലവാരമില്ലാത്തവളല്ല. കുറച്ചു നാളായി മനസ്സ് കുളിരുന്ന ഒരു സീൻ കണ്ടിട്ട്. ഇനി ഈ കലക്ക വെള്ളത്തിൽ വേണം മീൻ പിടിക്കാൻ. ഗംഗെ, ഒരു ചൂണ്ട തയ്യാറാക്കിക്കോ. ചൂണ്ടയോ? ആന്റി, ഈശ്വര, മാല കാണുന്നില്ല. വല്യുഞ്ഞേ, അത് പരമ്പരാഗത മാലയാ. എവിടെയും പോവില്ല, ഇതിനകത്ത് തന്നെ ഉണ്ടാവും.
ഭാരതമ്മേ, നീ കാത്തു. ആ കൊളുത്ത് നന്നായിട്ട് മുറുക്കിയിട്. എപ്പോഴും വന്ന മാല തിരക്കിയെടുത്ത് തരാൻ നിന്റെ വിളിപ്പുറത്തമ്മ കാണില്ല. എന്തുപറ്റി കല്യാണി? എന്താ മുഖം വാടിയത്? ഏയ് ഒന്നുമില്ല വലിയ കുഞ്ഞെ. മാല കഴുത്തിന്ന് ഊരി വീണപ്പോ മുതൽ ഒരു സങ്കടം. തൃച്ചംബരത്ത് എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ. ചിലപ്പോ വെറുതെ തോന്നണതാവും. മാല കൊളുത്തൂരി താഴെ വീണു, അത് നഷ്ടപ്പെട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് ഓർത്ത് വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട. നീ ഒരു കാര്യം ചെയ്യും മച്ചു. ഒന്നുകിൽ നീ ഔട്ട് ഹൗസിലേക്ക് താമസം മാറും, അല്ലെങ്കിൽ കല്യാണിയെ നീ നിന്റെ റൂമിലേക്ക് കൊണ്ടുപോവാ. ഏതെങ്കിലും ഒന്ന് നടന്നേ പറ്റൂ. കല്യാണി, നീ വേണമെങ്കിൽ കുറച്ചേരം ഉറങ്ങിക്കോ. ഇനിയൊരു 2 മണിക്കൂർ യാത്രയുണ്ട്. കൃഷ്ണേട്ടാ, വിഷമിക്കരുത്. നന്ദനയുടെ പ്രവൃത്തിക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്താ അഖിലേ ഇത്? നീ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ഇല്ല കൃഷ്ണേട്ടാ, 10-25 വർഷമായില്ലേ ഞാൻ കൃഷ്ണേട്ടനെ അറിയാൻ തുടങ്ങിയിട്ട്. ഈ മുഖം ഒന്ന് വാടിയ, ഈ മനസ്സൊന്ന് കലങ്ങിയ, അത് ഈ അഖിലയ്ക്ക് അറിയാൻ കഴിയും. ഒന്നുമില്ല അഖില. പിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരുടെ ഉള്ളിൽ നമ്മൾ ആരും അല്ലാതാകുമ്പോൾ നെഞ്ചിലൊരു പിടച്ചിലുണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. അത് മാറാൻ നീ ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം? കാലം ഏത് മുറിവിനെയും ഭേദമാക്കാറുണ്ടല്ലോ. അക്കൂട്ടത്തിൽ ഇതും ഭേദമായിക്കോളും. കൃഷ്ണേട്ടാ, ഒരു പേരക്കുട്ടിയെ കാണാനും കൊറ്റിക്കാനുള്ള മോഹം തൽക്കാലം മറന്നേക്കാനല്ലേ? അതിനൊക്കെ ഒരു ഭാഗ്യം കൂടി വേണം. ആ ലോകമുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അത് നടക്കും. അവളോട് നമ്മൾ എന്ത് തെറ്റാ കൃഷ്ണേട്ടാ ചെയ്തേ? നമ്മൾ അവളെ സ്വന്തം മോളെ പോലെയല്ലേ സ്നേഹിച്ചത്? അഖിലേ, അതൊക്കെ ശരി. അവളെ നമ്മൾ മോളെ പോലെ തന്നെയാണ് സ്നേഹിച്ചത്, അതിലൊരു സംശയമില്ല. പക്ഷെ അവൾ നമ്മുടെ മകളാകാനല്ല വന്നത്, മരുമകളാകാൻ. അത് ഓർക്കണമായിരുന്നു. മനസ്സിലായില്ല അല്ലേ? അവള് തൃച്ചംബരത്ത് വലതുകാലം വെച്ച് കയറിയത് അരവിന്ദന്റെ ഭാര്യയാകാൻ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ തെളിച്ചു പറയാം. ഏത് പെണ്ണാക്കില്ലേ ഭർത്താവിന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി അനിയനൊരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക? ഒരു പെണ്ണും ഒരിക്കലും സമ്മതിക്കില്ല. പുരാണത്തിൽ പോലും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ. അത് ശരി തന്നെയാ. പക്ഷേ അതിനിങ്ങനെ ഇറങ്ങിപ്പോകലാണോ പരിഹാരം? അഖിലേ, പരസ്പരം വാശികളൊക്കെ മാറ്റിവെച്ച് വിട്ടുവീഴ്ചകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ദാമ്പത്യം. അരവിന്ദന്റെ ഭാഗത്തു നിന്നും അതുണ്ടായില്ല. ഏതായാലും നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞു.
ഇനി പരിഹാരമാണ് ചിന്തിക്കേണ്ടത്. ഞാൻ നന്ദനയുടെ അച്ഛനെ ഒന്ന് വിളിച്ചാലോ? വേണ്ട, കൃഷ്ണേട്ടൻ അങ്ങനെ ആരെയും വിളിക്കണ്ട. ആരുടെയെങ്കിലും മുന്നിൽ എന്റെ കൃഷ്ണേട്ടൻ താഴുന്നത് എനിക്കിഷ്ടമല്ല. അല്ലെങ്കിലും കൃഷ്ണേട്ടന്റെ വാക്ക് ധിക്കരിച്ചിറങ്ങിപ്പോയത് അവള്. അതുകൊണ്ട് അതിനൊരു പരിഹാരം അവള് തന്നെ കണ്ടെത്തട്ടെ. അതുകൊണ്ട് കൃഷ്ണേട്ടൻ ആരെയും ഇപ്പൊ വിളിക്കണ്ട. എനിക്ക് എന്റെ താലിയുടെ മാഹാത്മ്യം കാത്തു സൂക്ഷിച്ചേ പറ്റൂ. 2 ദിവസമെങ്കിലും ഒന്ന് കഴിഞ്ഞോട്ടെ കൃഷ്ണേട്ട, പ്ലീസ്. ശരി. കല്യാണി, കല്യാണി, അല്ല ഇതെന്താ വലിയ ഇവിടെ? നമ്മുടെ ഡാൻസ് അക്കാഡമിയിൽ പോകുന്നില്ലേ? പോണം. അതിനു മുമ്പ് നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഇത്രയും നേരം നല്ല ഉറക്കമായിരുന്നു. ഈ ഉറക്കച്ചടവോടെ എങ്ങനെ ഡാൻസ് പഠിക്കാൻ പോകുന്നേ? അത് ഇന്നലെ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയില്ല, അതുകൊണ്ടാ. ഓ, അല്ല ഈ രാത്രിയിൽ ഇനി എവിടെയാ ഡാൻസ് ക്ലാസ്? നീ ഈ ലോകത്തൊന്നും അല്ലേ കല്യാണി ജീവിക്കുന്നത്. ഇപ്പൊ PSC കോച്ചിങ് സെന്റർ വരെ 24 മണിക്കൂറാ. പിന്നെ ഡാൻസ് അക്കാഡമി ഓരോ മണിക്കൂർ വെച്ച് 24 ബാച്ചാ. എപ്പോ പോയാലും അഡ്മിഷൻ എടുക്കും. അതുപോലെ എന്നാ ഞാൻ വീട്ടിൽ പോയി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം. നല്ല കഥയായി. ഇടി കെട്ടിയുള്ള ഈ രാത്രി ചെന്ന് ദാസേട്ടനെ വിളിച്ചുണർത്തേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രമല്ല പിന്നെ ഓരോന്ന് പറഞ്ഞ് ദാസേട്ടന്റെ അനുവാദവും വാങ്ങേണ്ടി വരും. എന്നാലേ പോവാൻ പറ്റൂ. അതും ശരിയാ. അപ്പോ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. വലിയ പോയി ഫ്രഷ് ആയിട്ട് വാ. കൊള്ളാം. ഞാനാണോ ഡാൻസ് പഠിക്കാൻ പോകുന്നത്? നീയാണ് ഫ്രഷ് ആവേണ്ടത്. ഒരു കാര്യം ചെയ്യാം, എന്റെ റൂമിൽ പോയി ഫ്രഷ് ആവാം. അയ്യോ വേണ്ട വലിയ, ഞാനെങ്ങനെ വലിയ റൂമിൽ വരണേ? അതൊന്നും ശരിയാവില്ല. അതെ, ശരിയാവത്തത്. രാത്രി മുഴുവൻ നല്ലപോലെ ആഹാരം കഴിച്ചാണല്ലോ, പിന്നെന്തോ അത്ര വിശപ്പ്. ആ, എന്തെങ്കിലും കൂടി കഴിച്ചിട്ട് കിടക്കാം, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. എന്തൊരു വിശപ്പ്. കല്യാണി, എന്റെ റൂമിൽ വരാൻ നീ എന്തിനാ പേടിക്കുന്നത്? അയ്യോ അതല്ല വലിയ കുഞ്ഞെ, ഈ രാത്രിയിൽ ആരെങ്കിലും കണ്ടാ അത് വലിയ പ്രശ്നമാവും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊക്കെ പോണേ? വലിയ കുഞ്ഞ് പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. കല്യാണി, ഈ സമയത്ത് എല്ലാരും ഉറക്കത്തിലായിരിക്കും. ആരും കാണാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് ഹാളിൽ ആരും ഉണ്ടാവാൻ വഴിയില്ല. നീ ധൈര്യമായിട്ട് അകത്തേക്ക് വാ, ഞാൻ ചെന്ന് വാതിൽ ഉറക്കാം. വാ.
ഇപ്പൊ ഒരു ആശ്വാസം കിട്ടി. എന്നാലും ആ നന്ദനെ പിണങ്ങിപ്പോയത് കഷ്ടമായിപ്പോയി. എന്നെ ഒരു ദിവസം ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ആ നാശം പിടിച്ചതിന് ഇവിടുന്ന് പിണങ്ങി പോയാ പോരായിരുന്നോ? വെറുതെ മനുഷ്യനെ മോഹിപ്പിച്ചിട്ട് ഇവിടുന്ന് ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. നോക്കിക്കോ. കല്യാണി, നീ ഇപ്പൊ ഈ ചിന്തിച്ചു നിൽക്കുന്ന സമയം മതിയായിരുന്നു റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വരാം. സമയം കളയാതെ വാ. ശരി, പോവാം. ഒരു മിനിറ്റ്. ഈ ഗ്ലാസ് കണ്ണിൽ വെച്ചോ. രാത്രിയിൽ ഈ കറുത്ത ഗ്ലാസോ? എന്തിനാ വലിയ ഇതൊക്കെ? ഇത് കണ്ണിൽ വയ്ക്കുക കല്യാണി. ഞാൻ കാര്യമില്ലാതെ ഒന്നും പറയില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്നാ പിന്നെ ചോദ്യങ്ങളൊന്നും വേണ്ട. ദാ ഇത് വെച്ചോ. അത് കല്യാണിയല്ലേ? അപ്പോ ആനന്ദേട്ടൻ അവളെ തൃശ്ശൂർ ഡാൻസ് സ്കൂളിൽ ചേർക്കാൻ പോയെന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നല്ലേ? അല്ല, ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തിനാ? ഇതിലെന്തോ കളിയുണ്ട്. ആദ്യം ആന്റിയോട് ചെന്ന് പറയാം. എടി കല്യാണി, നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. ആകെ ഒരു ഇരുട്ട് പോലെ. സൂക്ഷിച്ച് നടക്കണം. അകത്ത് കയറുന്നത് വരെ മതി ഈ കണ്ണട. വാ. ആന്റി, ആന്റി എഴുന്നേക്ക്. ആന്റി എഴുന്നേക്കൊന്ന്. എന്താടി അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആന്റി പുറത്തേക്ക് ഇറങ്ങി നോക്കിയേ. അമ്പിളി മാമനെ നക്ഷത്രം അയ്യേ. ഒരുപാട് കണ്ടിട്ടുണ്ട്. നീ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാതെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കൂ. ശല്യം. ആന്റി, ആനന്ദേട്ടൻ ആ കല്യാണിയെ കൊണ്ട് ഏതോ ഡാൻസ് സ്കൂളിൽ നിർത്തി പഠിപ്പിക്കാൻ കൊണ്ടുപോയതല്ലേ? ഇപ്പൊ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് കയറി വരുന്നു. നീ എന്താ പറഞ്ഞേ? ആനന്ദ് കല്യാണിയും കൂട്ടി തൃച്ചംബരത്ത് വന്നു. വെറുതെ ദുസ്വപ്നം കണ്ടിട്ട് ഓരോ പിച്ചും പേയും പറയാൻ നിക്കരുത്, പറഞ്ഞേക്കാം. ആന്റി, ഞാൻ സ്വപ്നം കണ്ട് പിച്ചും പേയും പറയുന്നൊന്നും അല്ല. ദേ, ഞാൻ ഈ കഴിക്കുന്ന പഴമാണ് സത്യം. ആനന്ദേട്ടനും കല്യാണി അകത്തേക്ക് കയറി വരുന്നത് ഞാൻ ജനലിൽ കൂടി കണ്ടു. സത്യം. ഓ, ദേ ഇതെങ്ങാനും കള്ളമാണെങ്കിൽ പാതിരാത്രി ആണെന്നൊന്നും ഞാൻ നോക്കൂല. ആന്റി എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ആന്റി വന്ന് നോക്ക്. എന്നാലും ആ കല്യാണിയുടെ ധൈര്യം ഞാൻ ആലോചിക്കുന്നത്. ബാ, നമുക്ക് പോയി നോക്കാം. വാ. ഇവിടെ ഇരിക്കട്ടെ. പെട്ടെന്ന് വാ ആന്റി. വാ, വേഗം നടക്കാൻ. എന്നെ കൊണ്ടുപോകുന്നേ. നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. എന്നെ വിട്. ജയന്തി, നീ അവളെ തന്നെയാണോ കണ്ടത്? ഉറപ്പാണോ? ആന്റി, ആന്റിക്ക് ഇതുവരെ എന്നെ വിശ്വാസമായില്ലേ? കല്യാണി ആനന്ദേട്ടനൊപ്പം കയറി വരുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവള് വരട്ടെ. ഇന്ന് ഞാൻ അവളെ കയ്യോടെ പിടിച്ച് അഖിലാണ്ടേശ്വരിയുടെ മുന്നിലിട്ട് കൊടുക്കും. അന്ന് അവള് രസം വെച്ചിട്ട് രക്ഷപ്പെട്ടു പോയതുപോലെ ഇന്ന് അവൾ ഇവിടുന്ന് പോവില്ല. ആനന്ദ് മാത്രല്ലേ ഉള്ളൂ. കല്യാണി എവിടെ പോയി? ഇളയമേ, വിളിച്ചോ ആനന്ദേ? ഇതെന്തു പറ്റി? രണ്ടുപേർക്കും ഉറക്കമൊന്നുമില്ലേ? അത് പിന്നെ ഞങ്ങൾ ഉറങ്ങുമായിരുന്നു. അപ്പോഴാ ഇവള് വിശക്കുന്നു എന്നും പറഞ്ഞ് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചത്. ഓ, അത് പോട്ടെ, നീ കല്യാണി ഏതോ ഡാൻസ് സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ചേർത്തോ?
കല്യാണിയെ അവിടെ ചേർത്തിട്ടാ ഞാൻ പോകുന്നത്. ഓ, അപ്പൊ കല്യാണിയെ ഡാൻസ് ക്ലാസ്സിൽ ചേർത്തിട്ട് നീ ഒറ്റയ്ക്കല്ലേ വന്നേ? അതെ, ഒറ്റയ്ക്കാ വന്നത്. എന്തുപറ്റി? ആ, ഇല്ല ഇല്ല, ഞാനിപ്പോ കല്യാണിയെ കണ്ടതല്ലേ. എന്തൊക്കെയാ ജയന്തി നീ പറയുന്നേ? അത് കൊള്ളാം. ഡാൻസ് സ്കൂളിൽ നിൽക്കുന്ന കല്യാണിയെ നീ ഇവിടെ കണ്ടെന്നാണോ പറയുന്നത്? കഷ്ടം തന്നെ. ആനന്ദേട്ടൻ കള്ളൊന്നും പറയണ്ട. ആനന്ദേട്ടനൊപ്പം കല്യാണിയും കൂടി ഇവിടെ കയറി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ.